ഞാനൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് 1 കിലോ മട്ടനുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് പുരട്ടി വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത് ഒരു നല്ലോണം പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ മഞ്ഞളും ഉപ്പും പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. ഇനി മട്ടന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, പിന്നെ 1 തക്കാളി. ഇത്രയും സാധനങ്ങൾ. ഇത് ഒന്നുകിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. ഇതൊരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. ഇത് ഇച്ചിരി കുറുകിയ ചാറോട് കൂടിയിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ട് മല്ലിപ്പൊടി കൂടി 2.5 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ഉണ്ട്, പിന്നെ 2 വലിയ സ്പൂൺ മുളക് പൊടി ഉണ്ട്, പിന്നെ 1 സ്പൂൺ ഗരം മസാലയും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം ഞാനൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞും എടുക്കാം. എന്നിട്ട് പിന്നെ കറിവേപ്പില, തക്കാളി ഞാൻ അതിനകത്ത് ചേർത്തിട്ടില്ല, അത് വഴറ്റുമ്പോൾ വെള്ളമാവും, അതുകൊണ്ട് തക്കാളി വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചതില്ല. ഇതിട്ടു, കറിവേപ്പില ഇട്ടു. ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് വഴറ്റിയിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഇത് നല്ലോണം സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് നല്ലോണം വഴന്ന് വെക്കണം. തക്കാളി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കുക. മല്ലിപ്പൊടിക്കാണ് ഏറ്റവും കൂടുതൽ മൂപ്പുള്ളത്, അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കുക. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മട്ടൺ ചേർക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിക്കാം. കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വേവിക്കാം. ഇറച്ചി നമ്മൾ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലിടുക. എന്നിട്ട് തുറന്ന് നോക്കി വെന്തില്ലെങ്കിൽ മാത്രം പിന്നെ വേവിച്ചാൽ മതി. കാരണം ഓരോ മട്ടനും ഓരോ വേവാണ്. മട്ടൻ വേവണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയൊരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം നമുക്ക് വറക്കാം, ബാക്കി പകുതി ഭാഗം തേങ്ങാപ്പാൽ പിഴിയാനുള്ളതാണ്. അപ്പോൾ ഈ പകുതി ഭാഗം നമുക്ക് വറക്കാം. വറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രൗൺ നിറമാവണ്ട. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയിട്ട് ചെറിയൊരു കളറ് മാറിയാൽ മതി.
ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് ഗോൾഡൻ കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അരച്ചുകൊണ്ട് വരാം. ഇത് ഇവിടെ മട്ടൺ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും ഉണ്ട് ഇത്രയും ഗ്രേവി ഉണ്ട് ഇതിനകത്ത്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇത് വാവട്ടം കുറവായ കുക്കർ, അതുകൊണ്ട് ഞാനിതൊന്ന് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം വെള്ളമുണ്ട് ഇത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ, ആ തേങ്ങ ചേർക്കാം. തേങ്ങ ഇതിനകത്ത് യോജിപ്പിക്കാം. തേങ്ങ അരച്ച് ചേർത്തതുകൊണ്ട് നല്ലോണം കുറുകിയത്. ഇനി ഇത് ഒന്ന് തിളയ്ക്കണം, നല്ലോണം ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്ക്. ഇപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളയ്ക്കൊന്നും വേണ്ട. ഈ തലയിൽ തന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇളക്കി കൊടുക്കാം പതുക്കെ. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു മട്ടൻ കറി. അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനൊക്കെ നല്ല കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.